മുട്ടിക്കൊമ്പൻ എന്ന കാട്ടാനയെ പിടികൂടിയിട്ട് 1 മാസം തികയുമ്പോൾ വീണ്ടും ഒരു കാട്ടാനയ്ക്ക് കൂടി പൂട്ടുവീണാൻ സാധ്യത ഒരുങ്ങുന്നു. ആറളം ഫാമിൽ ശല്യക്കാരനായ ഒരു കാട്ടാനയെ പിടികൂടി കാട് മാറ്റണമെന്ന ഹർജിയിന്മേലാണ് വരും ദിവസങ്ങളിൽ കാട്ടാനയെ നിരീക്ഷിക്കുവാൻ കോടതി ഉത്തരവിട്ടത്. ആറളം ഫാമിലെ പ്രശ്നക്കാരനായ KM1 എന്ന ആനയെയാണ് നിരീക്ഷിക്കുവാൻ ഹൈക്കോടതി ഉത്തരവിട്ടത്. ആറളം ഫാമിൽ നിരന്തരം ജനവാസ മേഖലയിറങ്ങി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഈ ആനയെ പിടികൂടണമെന്ന നാട്ടുകാരുടെ ഹർജി പരിഗണിക്കെയാണ് KM1 എന്ന ആനയെ നിരീക്ഷിക്കുവാൻ കോടതി ഉത്തരവിട്ടത്. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ഒന്നിലധികം മനുഷ്യജീവൻ ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് അനീഷ് എന്ന യുവാവ് ഈ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. വരും ദിവസങ്ങളിൽ കേരള വനംവകുപ്പ് KM1 എന്ന ആനയെ നിരീക്ഷിക്കും. ആന ജനവാസ മേഖലയിൽ സ്ഥിരമായി ഇറങ്ങി വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് കണ്ടെത്തിയാൽ കോളർ ബെൽറ്റ് ഘടിപ്പിച്ച് മറ്റേതെങ്കിലും കാട്ടിലേക്ക് തുറന്നുവിടാനോ അല്ലെങ്കിൽ ആറളം ഫാമിൽ തന്നെ തിരികെ വിടാനോ സാധ്യതയുണ്ട്. എന്നാൽ കാട്ടാന വീണ്ടും ശല്യക്കാരനാവുകയാണെങ്കിൽ ആനയെ പിടികൂടി ആനക്കൂട്ടിൽ നിർത്തും. നിലവിൽ ആനക്കൂട്ടിൽ നിൽക്കുന്ന മുട്ടിക്കൊമ്പൻ എന്ന ആനയുടെ പരിക്കേറ്റ തുമ്പിക്കൈക്ക് ചികിത്സ നൽകുകയാണ്. എന്നാൽ ആനയെ തിരികെ കാട്ടിൽ തുറന്നുവിടുന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായില്ല. ആനയെ കാട്ടിൽ തിരികെ തുറന്നുവിടരുതെന്ന അഭിപ്രായത്തിൽ നാട്ടുകാരും ആനയെ കാട്ടിലേക്ക് തുറന്നുവിടണമെന്ന ആവശ്യവുമായി മൃഗസ്നേഹികളും തമ്മിൽ കോടതിയിൽ നിയമയുദ്ധം നടത്തുകയാണ്. അതിനിടെയാണ് KM1 എന്ന ആനയുടെ കാര്യം കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ശല്യക്കാരനാവുകയാണെങ്കിൽ KM1 എന്ന കാട്ടാനയെ പിടികൂടാനുള്ള സാധ്യത കൂടുതലാണ്.